എല്ലാ വിദ്യാർത്ഥികൾക്കും റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൻ്റെ പാർട്ട് 4ലേക്ക് സ്വാഗതം. പാർട്ട് 3ൽ ഫങ്ഷൻസ്, അതേപോലെ അതിൻ്റെ ടൈപ്സ് ഓഫ് ഫങ്ഷൻസ്, ആകെ വൺ ഫങ്ഷൻ എന്താണെന്ന് പഠിച്ചു, മെനി വൺ ഫങ്ഷൻ, അതേപോലെ ഓൺ ടു ഫങ്ഷൻ, ഇൻ ടു ഫങ്ഷൻ, പിന്നെ ലാസ്റ്റ് പഠിച്ച എന്താണ് ബൈജക്റ്റീവ് ഫങ്ഷൻ. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് പാർട്ട് 4ൽ നമുക്ക് ചെയ്യാനുള്ളത്. അതിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് നിങ്ങൾ. Let f from R to R defined by f of x is equal to 3x plus 2. Show that f is a bijection. Hence find its inverse. ആദ്യം അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആകും. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ പറ്റുന്നല്ലേ പഠിച്ചത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യം ഇൻജക്റ്റീവ് ആണ്, അതായത് 1 ആണെന്ന് പ്രൂവ് ചെയ്യണം, പിന്നെ ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ആദ്യം ഞാനിതിൻ്റെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഇൻജക്റ്റിവിറ്റി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇൻജക്റ്റിവിറ്റി, അതായത് ഇൻജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്, 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന് നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്നുള്ള ഒരു ഫംഗ്ഷൻ 1 ആകണം എന്നുണ്ടെങ്കിൽ f of x1 is equal to f of x2 implies x1 is equal to x2. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ x1ഉം x2ഉം ഈക്വൽ ആകണം എന്നുള്ള കണ്ടീഷൻ ഒബേ ചെയ്താൽ മാത്രമേ അതെന്താവുള്ളൂ 1 ഫംഗ്ഷൻ ആവുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ 1 ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ f of x1 is equal to f of x2 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് x1 is equal to x2ലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് പറയാം എന്താണ് ആ ഫംഗ്ഷൻ 1 ആണെന്ന്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ f of x എന്താ 3x plus 2 ആണ്. അതുകൊണ്ട് ഞാൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും? f of x1 is equal to f of x2 നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. എഫ് ഓഫ് എക്സ് 3x plus 2 ആണെങ്കിൽ എഫ് ഓഫ് x1 എന്താ? ഈ എക്സിന് പകരം x1 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? പറ 3x1 plus 2 which is equal to 3x2 plus 2. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ +2 അപ്പുറത്തേക്ക് പോയാൽ -2 ആവും. അതായത് ഈ 2ഉം 2ഉം തമ്മിൽ ക്യാൻസൽ ആകും. പിന്നെ ഇവിടെ ഉണ്ടാകുക 3x1 is equal to 3x2 ആണ്. അപ്പോൾ ഈ 3ഉം 3ഉം എന്താവും? ക്യാൻസൽ ആകും. 3ഉം 3ഉം ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ എന്താ? x1 is equal to x2. അതായത് f of x1 is equal to f of x2 നിന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് x1 is equal to x2ലേക്ക് എത്തിക്കാൻ സാധിച്ചു. Therefore f is 1. ആ f എന്നുള്ളത് ഒരു 1 ഫംഗ്ഷൻ ആണ് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്തത് അതിൻ്റെ സർജക്റ്റിവിറ്റി, അതായത് ഓൺ ടു ആണ് എന്ന് പ്രൂവ് ചെയ്യണം. സർജക്റ്റിവിറ്റി ആണ് അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. സർജക്റ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് സർജക്റ്റീവ് ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുക? എല്ലാ എലമെന്റ്സിനും, എല്ലാ കോഡൊമയിലുള്ള എല്ലാ എലമെന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടും ഒരു പ്രീമേജ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ പോരെ. അതായത് കോഡൊമയിലുള്ള എലമെന്റ്സിനെ ഞാൻ y എന്ന് വിളിക്കും. അതായത് y ബിലോങ്സ് ടു ബി ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു x ഏതിലുണ്ട്? എ എന്നുള്ള സെറ്റിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതെന്തായി? ഓൺ ടു ആണ് നിങ്ങൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇവിടെ f of x is equal to 3x plus 2. f of x എന്ന് പറഞ്ഞാൽ എന്താ? y അല്ലേ? ദാറ്റ് ഈസ് y is equal to 3x plus 2. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കണ്ടെത്തും? x ഇൻ ടേംസ് ഓഫ് y ആക്കിയിട്ട് എഴുതും. അതായത് +2നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ y minus 2 which is equal to 3x എന്ന് വരും. അതായത് x is equal to y minus 2/3 എന്നാണ് വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആദ്യം എവിടെ നിന്ന് തുടങ്ങും? y ബിലോങ്സ് ടു ബിയിൽ നിന്ന് തുടങ്ങും. പക്ഷെ ഇവിടെ പറയുന്നുണ്ട് f ഫ്രം R to R എന്നല്ലേ പറയണത്. അങ്ങനെയാണെങ്കിൽ സാധാരണ f ഫ്രം A to B എന്നുണ്ടാവില്ല അല്ലേ? ഈ ബിക്ക് പകരം ആരാണ്? R ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? അതായത് y ബിലോങ്സ് ടു Rൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. y ബിലോങ്സ് ടു R അത് എന്തിനു പകരമാണ്? സിൻസ് y ബിലോങ്സ് ടു B, y ബിലോങ്സ് ടു ബി ആയത് കാരണമാണ് y ബിലോങ്സ് ടു R എന്നെടുത്തത്. കാരണം ബിക്ക് പകരം ഇവിടെ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. y ബിലോങ്സ് ടു R ആണെങ്കിൽ x ബിലോങ്സ് ടു എ, അതായത് x ബിലോങ്സ് ടു ഇവിടെ എക്ക് പകരം എന്താ? R. അപ്പോൾ y എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എക്സും ഒരു റിയൽ നമ്പർ ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചാൽ അതെന്തായി? ഓൺ ടു ആയി, അതായത് സർജക്റ്റീവ് ആയി. നിങ്ങൾക്കറിയാം x എന്ന് പറഞ്ഞാൽ y minus 2/3 ആണ്. y എന്നുള്ളത് റിയൽ നമ്പർ ആണെന്ന് എഴുതിക്കോ. ഒരു റിയൽ നമ്പറിൽ നിന്ന് ഞാൻ 2 മൈനസ് ചെയ്താൽ കിട്ടുന്നതും റിയൽ നമ്പർ തന്നെ ആയിരിക്കൂലേ? അതുകൊണ്ട് y minus 2 is a റിയൽ നമ്പർ. ഈ y minus 2 റിയൽ നമ്പർ ആണല്ലോ. ഒരു റിയൽ നമ്പറിനെ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും റിയൽ നമ്പർ ആകൂലേ? അങ്ങനെയെങ്കിൽ ഈ y minus 2 എന്നുള്ള റിയൽ നമ്പറിനെ ഞാൻ 3നെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതും ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും. ദാറ്റ് ഈസ് y minus 2/3 എന്നുള്ളത് എന്താണ്? ഒരു റിയൽ നമ്പർ ആണ്. ആര് y minus 2/3? അത് x അല്ലേ? അതായത്
എക്സ് ബിലോങ്സ് ടു ആർ. അപ്പോൾ നിങ്ങൾ എവിടെ എത്തിച്ചു? വൈ ബിലോങ്സ് ടു ബിയിൽ നിന്ന് തുടങ്ങിയിട്ട് എന്താ എക്സ് ബിലോങ്സ് ടു എയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം therefore എഫ് ഈസ് സർജക്റ്റീവ് അല്ലെങ്കിൽ ഓൺ ടു. അപ്പോൾ ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? 1 ആണ്, ഓൺ ടു ആണ്, അതായത് ഇൻജക്റ്റീവ് ആണ്, സർജക്റ്റീവ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഹെൻസ് എഫ് ഈസ് ബൈജക്റ്റീവ്. അപ്പോൾ എഫ് ബൈജക്റ്റീവ് ആണെന്ന് മനസ്സിലായി. എഫ് ബൈജക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ therefore എഫ് ഈസ് ഇൻവേർട്ടിബിൾ. ബൈജക്റ്റീവ് ആണെങ്കിൽ അത് ഇൻവേർട്ടിബിൾ ആണ്, അതായത് അതിൻ്റെ ഇൻവേഴ്സ് കാണാൻ സാധിക്കും. ഇനി അതിൻ്റെ ഇൻവേഴ്സ് ആണ് നിങ്ങൾക്ക് കണ്ടെത്തേണ്ടത്. എടാ സിമ്പിളായിട്ട് ചെയ്തൂടെ? എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതായത് y = എഫ് ഓഫ് എക്സ് എന്നുള്ളൊരു ഫംഗ്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു. അങ്ങനെയെങ്കിൽ അതിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ എഫ് ഇങ്ങോട്ട് വരും അല്ലേ? അതായത് എക്സ് = എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് നിങ്ങൾക്കറിയാം. അതായത് ഈ എക്സിനെയാണ് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷന് എഫ് ഓഫ് എക്സിന് പകരം വൈ എടുക്കുക. y = 3x + 2. എന്നിട്ട് ഇതിൽ നിന്ന് എക്സ് കണ്ടെത്തുക. പക്ഷേ എക്സ് കണ്ടെത്താൻ എളുപ്പമാണ്. നേരത്തെ സർജക്റ്റിവിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് കോപ്പി അടിച്ച് എഴുതിയാൽ മതി. അതായത് എക്സ് = വൈ. ഇതിന് പ്രശ്നമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത് ചില കോംപ്ലിക്കേറ്റഡ് ഐറ്റംസ് ഉണ്ടാകും. എക്സ് കാണാൻ കുറച്ച്, അതായത് സ്റ്റെപ്പ് എടുത്തിട്ട് ചെയ്യാനുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. അതിനാണ് നിങ്ങൾക്ക് അത് ശരിക്കും ലാഭം കിട്ടുക. ഇവിടെ നിന്ന് കിട്ടുന്ന എക്സ് നേരെ ഇവിടേക്ക് എടുത്ത് എഴുതുക. y - 2/3. എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ആണ്. അപ്പോൾ ഇതിന് പകരം എനിക്ക് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് എഴുതാം. എഫ് ഇൻവേഴ്സ് ഓഫ് വൈ = y - 2/3 ആണ്. എടാ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇതാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്താ വരിക? x - 2/3 എന്ന് വരും. ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ്. സോറി. എടാ സെക്കൻഡ് സെറ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് ദ ഇൻജക്റ്റിവിറ്റി ആൻഡ് സർജക്റ്റിവിറ്റി ഓഫ് ദി ഫോളോവിങ് ഫങ്ഷൻസ്. അതിൽ എ ബി സി ഡി അങ്ങനെ 6 ക്വസ്റ്റ്യൻസ് മൊത്തം ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതോടുകൂടി ഇൻജക്റ്റിവിറ്റിയും സർജക്റ്റിവിറ്റിയും ചെക്ക് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കറക്റ്റ് ധാരണ നിങ്ങൾക്ക് കിട്ടും. എടാ അതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ഏതാ? ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു എൻ, അതായത് നാച്ചുറൽ നമ്പറിൽ നിന്നും നാച്ചുറൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് = x² ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഇൻജക്റ്റീവ് ആണോ അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എടാ ആദ്യം ഞാൻ അതിൻ്റെ ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇൻജക്റ്റിവിറ്റി 1 ആണോ എന്ന് നോക്കണം. അതായത് നിങ്ങൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഓഫ് എക്സ് x² ആണെങ്കിൽ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1² = x2². എടാ x1² x2² ഈക്വൽ ആണെങ്കിൽ രണ്ട് ഭാഗത്ത് റൂട്ട് എടുത്താൽ എന്താ വരിക? x1 = x2. എടാ റൂട്ട് എടുക്കുമ്പോൾ +or - വരില്ല. കാരണം എന്താണ്? ഇത് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമല്ലേ അതിലുള്ളൂ. അതുകൊണ്ട് x1 = x2 തന്നെയാകും. എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 ആകുമ്പോൾ x1 = x2 ആകുന്നുണ്ട്. അതുകൊണ്ട് therefore എഫ് ഈസ് 1 അല്ലെങ്കിൽ ഇൻജക്റ്റീവ്. അടുത്തത് ഇതിൻ്റെ സർജക്റ്റിവിറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. സർജക്റ്റിവിറ്റി ഇടത് സർജക്റ്റീവ് ആണോ എന്നുള്ളതാണ് വിഷയം. സർജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള മാർഗം എന്താണ്? ഒന്ന് y ബിലോങ്സ് ടു ബി എടുത്തിട്ട് എക്സ് ബിലോങ്സ് ടു എ എന്ന് പ്രൂവ് ചെയ്യാനെന്നുണ്ടെങ്കിൽ അതെന്താവും? സർജക്റ്റീവ് ആവും. അതാണ് അതിൻ്റെ എന്താണ് സാധാരണ മെത്തേഡ്. ഇനി അല്ലെങ്കിൽ അതിന് ബേസിക് ആയിട്ടുള്ളൊരു മെത്തേഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഓൺ ടു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയ ഫംഗ്ഷൻ ആണെന്ത്? ഓൺ ടു ഫംഗ്ഷൻ. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആണോ നോക്കിയാലും മതി. അതാണ് കുറച്ചും കൂടി സിമ്പിള്. അതായത് ഇതിൻ്റെ കോഡൊമൈൻ എന്താണ്? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് അല്ലേ? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ റിയൽ നമ്പേഴ്സ് അല്ല, സോറി, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇനി റേഞ്ച് കാണണം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷനിലുള്ള ആൾക്കാരൊന്ന് ആലോചിച്ച് നോക്ക്. ഈ എഫ് എന്നുള്ള ഫംഗ്ഷനിൽ ആരൊക്കെ ഉണ്ടാകും? ആദ്യം നിങ്ങൾ 1 അതിലേക്ക് കൊടുക്കുന്ന സമയത്ത് 1 കൊടുക്കുമ്പോൾ, അതായത് എഫ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്താ? 1² ആൻസർ 1 ആണ് കിട്ടുക. 1 കൊടുക്കുന്ന സമയത്ത് 1 ആണ് കിട്ടുക. ഇനി അതിലേക്ക് നിങ്ങൾ 2 കൊടുക്കുന്ന സമയത്ത് 2² അതായത് 4 ആണ് കിട്ടുക. അതായത് 2 4. അടുത്തത് അതിലേക്ക് 3 കൊടുക്കുന്ന സമയത്ത് 3² അതായത് 9 ആണ് കിട്ടുക. അതായത് 3,9. അടുത്തതോ 4 16 എക്സെട്ര. ആ രീതിയിലല്ലടാ ഈ ഫംഗ്ഷനിലുള്ള എലമെന്റ്സ് ഒക്കെ വരിക. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? റേഞ്ച് ഓഫ് എഫ് ഇതിലെ സെക്കൻഡ് എലമെന്റ്സ് 1 4
9, 16, 25 എക്സെട്ര. അതായത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും ഉൾപ്പെടും. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാലോ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ട്. പക്ഷെ റേഞ്ച് എന്ന് പറഞ്ഞാൽ അതിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് മാത്രമേ ഉൾപ്പെടുള്ളൂ. അതായത് ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും ഇവിടെ ഈക്വൽ അല്ല. therefore the function is not on to. എടാ ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു എന്ന് പറഞ്ഞാൽ എന്താ? എഫ് ഈസ് ഇൻ ടു എന്നല്ലേ അർത്ഥം. റെഡി അല്ലേ? അപ്പോൾ നോട്ട് ഓൺ ടു എന്ന് പറഞ്ഞാലും ഇൻ ടു എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അതായത് ഹിയർ എഫ് ഈസ് നോട്ട് ഓൺ ടു, അതായത് നോട്ട് സർജക്റ്റീവ്, അല്ലെങ്കിൽ ഓൺ ടുവിന് പകരം എന്ത് ഉപയോഗിക്കാം? നോട്ട് സർജക്റ്റീവ് എന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. അടുത്തത് അതിൽ ബി പാർട്ട് ക്വസ്റ്റ്യൻ പറയണത് എഫ് ഫ്രം സെഡ് ടു സെഡ് ഇൻഡിജേഴ്സിൽ നിന്ന് ഇൻഡിജേഴ്സിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈസിക്കൽ എക്സ് സ്ക്വയർ. അതായത് എ പാർട്ട് ക്വസ്റ്റ്യനിലുള്ള അതേ ഫംഗ്ഷൻ തന്നെ എഫ് ഓഫ് എക്സ് ഈസിക്കൽ എക്സ് സ്ക്വയർ. പക്ഷെ അത് ഡിഫൈൻ ചെയ്യുന്നത് ഇൻഡിജേഴ്സിൽ നിന്നും ഇൻഡിജേഴ്സിലേക്കാണ്. എടാ അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഇൻജക്റ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. എടാ ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. അതായത് എഫ് ഓഫ് എക്സ് വൺ ഈസിക്കൽ എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ എക്സ് വൺ ഈസിക്കൽ ടു എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കണം. അതായത് ഹിയർ എഫ് ഓഫ് എക്സ് വൺ ഈസിക്കൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് ഞാൻ എടുത്തു എന്ന് എഴുതിക്കോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക? എക്സ് വൺ സ്ക്വയർ ഈസിക്കൽ ടു എക്സ് ടു സ്ക്വയർ. രണ്ട് ഭാഗത്ത് റൂട്ട് എടുത്താൽ എന്താ വരിക? എക്സ് വൺ ഈസിക്കൽ പ്ലസ് ഓർ മൈനസ് എക്സ് ടു ആണ് വരിക. കാരണം റൂട്ട് ഓഫ് 36 എന്ന് പറഞ്ഞാൽ എന്താ? പ്ലസ് ഓർ മൈനസ് 6 എന്ന് പറയാറില്ലേ? അപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവും വരും. കാരണം ഇൻഡിജേഴ്സ് അല്ലേ അതിൽ വരുന്നത്. അതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് എക്സ് ടു എന്ന് വരും. അതായത് എക്സ് വണ്ണും എക്സ് ടും ഈക്വൽ ആകണം നിർബന്ധമില്ല. എക്സ് വൺ ഈസിക്കൽ ടു മൈനസ് എക്സ് ടു ആവാനും സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? 1 1 അല്ല. ഇനി എടാ ഈ 1 1 അല്ലാത്ത ഫംഗ്ഷൻ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യും? മനസ്സിലാവും. അപ്പോൾ അങ്ങനെ 1 1 അല്ലാത്ത ഫംഗ്ഷൻ ആണെങ്കിൽ ഒരു ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ ഇതേപോലത്തെ ജനറൽ പ്രൂഫിൻ്റെ ആവശ്യമില്ല. ഒരു ഫംഗ്ഷൻ 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ അത് ഒരൊറ്റ എക്സാമ്പിൾ കൊടുത്താൽ മതി. 1000 എക്സാമ്പിൾ 1 1 എന്നുള്ള കണ്ടീഷനെ ഒബേ ചെയ്യുന്നുണ്ടെങ്കിലും ഒരൊറ്റ എക്സാമ്പിൾ മതി ആ 1 1ൻ്റെ കണ്ടീഷനെ ബ്രേക്ക് ചെയ്യുന്നത്. അതായത് 1 1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ എന്താ? ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഓഫ് എ ഹാവ് ഡിഫറെൻറ്റ് ഇമേജസ് ഇൻ ബി. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് വേണമെന്നാ. പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ഉണ്ടല്ലടാ, എഫ് ഓഫ് -2 എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആണ്. എഫ് ഓഫ് -2 എന്ന് പറയുമ്പോൾ -2ൻ്റെ സ്ക്വയർ 4 അല്ലേ വരിക. എഫ് ഓഫ് 2 2 സ്ക്വയർ അതായത് 4 ആണ് വരിക. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താ? എഫ് ഓഫ് -2ഉം എഫ് ഓഫ് 2ഉം എന്താണ്? ഈക്വൽ ആണ്. പക്ഷേ -2 നോട്ട് ഈക്വൽ ടു 2. എഫ് ഓഫ് എക്സ് വൺ ഈസിക്കൽ എഫ് ഓഫ് എക്സ് ടു ആണ്. പക്ഷേ എക്സ് വണ്ണും എക്സ് ടു എന്തല്ല? ഈക്വൽ അല്ല. അപ്പോൾ അത് ഒബേ ചെയ്യാത്ത ഒരൊറ്റ എക്സാമ്പിൾ കൊടുത്താൽ മതി ആ ഫംഗ്ഷൻ 1 1 അല്ല നിങ്ങൾക്ക് കിട്ടും. അതായത് -2 ഹോൾ സ്ക്വയർ ഈസിക്കൽ 2 സ്ക്വയർ ബട്ട് -2 നോട്ട് ഈക്വൽ ടു 2. therefore the function is നോട്ട് 1 1. ഞാൻ തന്നെ കൊടുക്കണമെന്നില്ല. -1ൻ്റെ -1ഉം 1 കൊടുത്താൽ മതി. -1ൻ്റെ സ്ക്വയറും 1ൻ്റെ സ്ക്വയറും ഈക്വൽ ആണ്. പക്ഷേ 1ഉം -1ഉം എന്തല്ല? ഈക്വൽ അല്ല. അതായത് എന്തുണ്ടായി? ഡിഫറെൻറ്റ് എലമെൻസിന് സെയിം ഇമേജ് ഉണ്ടായി. അതായത് -2ക്ക് ഉണ്ടായ ഇമേജ് ഏതാ? 4 ആണ്. 2ക്ക് ഉണ്ടായ ഇമേജ് എന്താണ്? 4 ആണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് 1 1 ആകൂല. അതായത് ഇവിടെ എന്ത് പറയാം? therefore f is not 1 1 അല്ലെങ്കിൽ നോട്ട് ഇൻജക്റ്റീവ്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇതിൻ്റെ സർജക്റ്റിവിറ്റിനെ കുറിച്ചാണ്. അതായത് ഓൺ ടു ആണോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഒന്നുകിൽ y ബിലോങ്സ് ടു ബിയിൽ നിന്നെടുത്തിട്ട് x ബിലോങ്സ് ടു എ എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നിങ്ങൾ റേഞ്ചും കോഡൊമൈനും കണ്ടാൽ മതി. ഇതിൻ്റെ കോഡൊമൈൻ എന്താ? ഇൻഡിജേഴ്സ് ആണ്. റേഞ്ച് എന്താ വരിക നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്ന വാല്യൂസിനല്ലേ റേഞ്ച് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നോക്കട്ടോ, റേഞ്ച് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കട്ടെ. ആദ്യം ഇൻഡിജേഴ്സിലുള്ള 0നെ ഞാൻ ഇട്ട് കൊടുത്തു. 0നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താ കിട്ടുക? എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ അതായത് 0 കിട്ടും. ഇനി എഫ് ഓഫ് 1 എന്താ? 1ൻ്റെ സ്ക്വയർ 1. എഫ് ഓഫ് -1 അത് -1ൻ്റെ സ്ക്വയർ 1 തന്നെയല്ലേ കിട്ടുക. ഇനി എഫ് ഓഫ് 2 ഇട്ട് കൊടുത്താലോ 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇനി -2 ഇട്ട് കൊടുത്താലോ -2ൻ്റെ സ്ക്വയറും 4 തന്നെയാണ്. അതായത് ഇനി അടുത്ത് എഫ് ഓഫ് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് 9 ആണ്. എഫ് ഓഫ് -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതും എന്തുതന്നെയാണ്? 9 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിൻ്റെ സെറ്റിനെയാണ് റേഞ്ച് എന്ന് പറയുക. അതായത് റേഞ്ച് ഏതൊക്കെ ഉണ്ടാവുക? 0 1 4 9 16 25 എക്സെട്ര. ഇതാണ്
അതിൻ്റെ റേഞ്ച് ഉണ്ടാകുക. പക്ഷെ കോഡൊമെയിനോ സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് മുഴുവനായിട്ട് വരും. അപ്പോൾ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ Z ആണ്. അപ്പോൾ ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അതുകൊണ്ട് എന്ത് പറയാം? therefore f is not onto. ഇതൊരു onto ഫംഗ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തതിലുള്ള സി പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് എഫ് ഫ്രം ആർ ടു ആർ ആണ്. ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഫ്രം ആർ ടു ആർ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ. എടാ, അങ്ങനത്തെ റിയൽ ഫംഗ്ഷൻസ് വരുന്ന സമയത്ത് അതിൻ്റെ ഗ്രാഫ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ. അതായത് ഗ്രാഫിക്കൽ അപ്രോച്ച് ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് വരുമ്പോഴേ ശരിക്കും നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് ഇങ്ങനെയല്ലേ പഠിച്ച്? യു ഷേപ്പ് അല്ലേ? അപ്പോൾ അത് എൻട്രൻസ് അപ്രോച്ച് ആട്ടോ. പക്ഷേ നമുക്ക് കാണുന്ന സമയത്ത് തന്നെ അത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പറയാണ്. എല്ലാ കുട്ടികൾക്കും, എൻട്രൻസ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കും അല്ലാത്തവർക്കും ഇത് ഉപകാരപ്പെടും. അതായത് ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ്. ഇത് 1 ആണോ 1 ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ എന്താ? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ആണ്. അതായത് ഇതിൽ നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു വെക്കുക. അത് എക്സാക്ട്ലി 1 പോയിന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ആവും. മോർ ദാൻ 1 പോയിന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 ആകൂല. അങ്ങനെയാണെങ്കിൽ ഇത് 2 പോയിന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്താ? 1 അല്ല. അതായത് നോട്ട് 1 അല്ലെങ്കിൽ മെനി 1 എന്ന് പറയാം. റെഡിയല്ലേ? അപ്പോൾ അത് 1 അല്ല എന്ന് മനസ്സിലായി. ഇനി റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആയാലല്ലേ ഓൺടോ ഉള്ളൂ. നല്ലോണം ശ്രദ്ധിക്കട്ടോ. കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സ്. ഇവിടെ റിയൽ നമ്പേഴ്സ് മുഴുവനായിട്ടാണ് കോഡൊമെയിൻ. അതായത് വൈ ആക്സിസ് മുഴുവനായിട്ടാണ് കോഡൊമെയിൻ. മനസ്സിലാക്കേണ്ടത് എക്സ് ആക്സിസ് ഫുള്ള് ഡൊമെയിൻ ആണ്, വൈ ആക്സിസ് ഫുള്ള് എന്താണ്? കോഡൊമെയിൻ ആണ്. അപ്പോൾ കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ ഈ വൈ ആക്സിസ് മുഴുവനായിട്ട് വരും. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ആ ഗ്രാഫ് വരുന്ന വൈ ആക്സിന്റെ ഭാഗം. എടാ, ഗ്രാഫ് വൈ ആക്സിന്റെ അപ്വേർഡ് പോർഷനിലും ഡൗൺവേർഡ് പോർഷനിലും വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ വൈ ആക്സിന്റെ അപ്വേർഡ് പോർഷനിൽ മാത്രമല്ലേ, അപ്വേർഡ് പോർഷൻസിലേക്ക് മാത്രമല്ലേ ഈ ഗ്രാഫ് വരുന്നുള്ളൂ, വൈ ആക്സ് വരുന്നുള്ളൂ. അതുകൊണ്ട് വൈ ആക്സ് ഫുള്ളായിട്ടാണ് കോഡൊമെയിന്. ആ ഗ്രാഫ് വരുന്ന വൈ ആക്സിന്റെ പോർഷൻ ആണെന്ത്? റേഞ്ച്. അതുകൊണ്ട് ഫിഗർ കാണുന്ന സമയത്ത് തന്നെ മനസ്സിലാകും റേഞ്ചും കോഡൊമെയിനും ഈക്വൽ അല്ല എന്ന്. അതുകൊണ്ട് ഇവിടുന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ? നോട്ട് ഓൺ ടു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് 1 അല്ല, ഓൺ ടു അല്ല. നൈദർ 1 നോർ ഓൺ ടു. അതായത് നിങ്ങളെപ്പോലെയുള്ള മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ ഇതൊക്കെ മനസ്സിലുള്ള ഗ്രാഫ് കേട്ടോ. ആ അതിൻ്റെ ഗ്രാഫ് മനസ്സിലെങ്ങനെ ചെയ്യും? അതിൻ്റെ ഗ്രാഫ് യു ഷേപ്പിലാണ്ട് പോകും. ഹൊറിസോണ്ടൽ ലൈന് മനസ്സിലാണ്ട് വരച്ച് നോക്കും. അപ്പോൾ അത് 2 പോയിന്റിന് മീറ്റ് ചെയ്യുന്നുണ്ട്. 1 അല്ല. ഇനിയോ അതിൻ്റെ യു ഷേപ്പ് അപ്വേർഡ് ഓപ്പൺ പാരാബോളയാണ്. അതുകൊണ്ട് വൈ ആക്സിൻ്റെ പോസിറ്റീവ് ഭാഗം മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ, വൈ ആക്സിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. അതുകൊണ്ട് റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആവില്ല, ഓൺ ടു ആവില്ല. അപ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എന്ത് ചെയ്യും? അറിയും. ഇനി ബോർഡ് എക്സാമിന് വേണമെങ്കിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതൽ എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത്. ഇൻജക്റ്റിവിറ്റി. എടാ, ഒരു സാധനം ഇൻജക്റ്റീവ് അല്ലാന്ന് കാണിക്കാൻ എന്ത് മതി? ഒരൊറ്റ എക്സാമ്പിൾ മതി. അതായത് നേരത്തെ പറഞ്ഞ പോലെ എന്താ, -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും എന്താണ്? ഈക്വൽ ആണ്. ബട്ട് -1 നോട്ട് ഈക്വൽ ടു 1. അതേ എക്സാമ്പിൾ മതി. കാരണം എന്താ? നാച്ചുറൽ നമ്പേഴ്സിലുള്ള എല്ലാ ആൾക്കാരും റിയൽ നമ്പേഴ്സിലുണ്ട്, ഇൻഡിജേഴ്സിലുള്ള എല്ലാ ആൾക്കാരും എന്തിലുണ്ട്? റിയൽ നമ്പേഴ്സിലുണ്ട്. അതുകൊണ്ട് ഇൻഡിജേഴ്സിന് പറഞ്ഞ എക്സാമ്പിൾ വേണമെങ്കിൽ എവിടെയും പറയാം, റിയൽ നമ്പേഴ്സിലും പറയാം. അതായത് -1ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും എന്താണ്? ഈക്വൽ ആണ്. പക്ഷേ -1ഉം 1ഉം എന്തല്ല? ഈക്വൽ അല്ല. therefore f is not 1. ഈ -1ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? f of -1. 1ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? f of 1. f of -1 ഈക്വൽ f of 1 ആണ്. ബട്ട് -1 നോട്ട് ഈക്വൽ ടു 1. ഇനി വേണമെങ്കിൽ ഏതും പറയാം. -3 ഹോൾ സ്ക്വയർ ഈക്വൽ 3 സ്ക്വയർ ആണ്. ബട്ട് -3 നോട്ട് ഈക്വൽ ടു 3. അതുകൊണ്ട് ഇത് എന്താവൂല? 1 ഫംഗ്ഷൻ ആവൂല. ഇനി സിമിലർലി ഇതിൻ്റെ സർജക്റ്റിവിറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയേണ്ടത്. സർജക്റ്റിവിറ്റി. എടാ, സർജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കോഡൊമെയിൻ എന്താ? കോഡൊമെയിൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ചോ? എടാ, ഏത് നമ്പറിനെ സ്ക്വയർ ചെയ്താലും നിങ്ങൾക്ക് പോസിറ്റീവ് നമ്പറല്ലേ കിട്ടുള്ളൂ. അതുകൊണ്ട് എക്സ് സ്ക്വയറിൻ്റെ റേഞ്ച് എപ്പോഴും എന്തായിരിക്കും? ക്ലോസർ ഇൻ്റർവൽ 0 to ∞ അല്ലേ വരുള്ളൂ. അതുകൊണ്ട് ഇവിടെ റേഞ്ചും കോഡൊമെയിനും എന്തല്ല? ഈക്വൽ അല്ല. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. therefore f is
not onto. Hence f is neither 1 1 nor onto function. അപ്പോൾ അടുത്തത് ഡി പാർട്ട് ക്വസ്റ്റ്യൻ. ഓക്കെ, സോറി, കഴിഞ്ഞ ക്വസ്റ്റ്യന് ഞാൻ എ പാർട്ട് എന്ന് എഴുതിയിരുന്നത് അല്ലേ. കഴിഞ്ഞത് നമ്മൾ ചെയ്തത് സി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്, എഫ് ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞിട്ട്. ഇനി അടുത്ത ഡി പാർട്ട് ക്വസ്റ്റ്യൻ പറയണത് എഫ് ഫ്രം എൻ ടു എൻ, നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ ആണ്. അത് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറയണത്. അപ്പോൾ ആദ്യം ഞാൻ അതിൻ്റെ ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാണ്. ഇൻജക്റ്റിവിറ്റി, എടാ ഇൻജക്റ്റീവ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എടുക്കും. എന്നിട്ട് x1 ഈക്വൽ എക്സ് 2 എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? ഇൻജക്റ്റീവ് ആവും. എഫ് ഓഫ് എക്സ് എക്സ് ക്യൂബ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 1 എന്താ? x1 ക്യൂബ് വിച്ച് ഈസ് ഈക്വൽ ടു x2 ക്യൂബ്. എടാ x1 ക്യൂബും x2 ക്യൂബും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പിക്കാലോ x1 ഉം x2 എന്താവും? ഈക്വൽ ആവും, ഉറപ്പാണ്. ഈ സ്ക്വയർ റൈസ് ടു 4 റൈസ് ടു 6 അങ്ങനെ ഈവൻ നമ്പേഴ്സ് വരുന്ന സമയത്താണ് പ്രശ്നം. എന്താണ്? -2നെ സ്ക്വയർ ചെയ്താലും 2നെ സ്ക്വയർ ചെയ്താലും സെയിം ആൻസർ ആണ്. -2നെ റൈസ് ടു 6 ചെയ്താലും 2 റൈസ് ടു 6 ചെയ്താലും സെയിം ആൻസർ ആണ്. അങ്ങനത്തെ ഒരു പ്രശ്നം റൈസ് ടു പവർ, ഇതിൻ്റെ പവർ ഈവൻ വരുമ്പോഴാണ് സംഭവിക്കുക. പക്ഷെ ഓടാകുമ്പോൾ ഒരു പ്രശ്നമില്ല. അതൊരിക്കലും നെഗറ്റീവിനെ പവർ എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവിനെ ഓട് പവർ എടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവാണ് വരിക. അതുകൊണ്ട് x1 ക്യൂബ് ഈസിക്കൽ x2 ക്യൂബ് ആവണമെങ്കിൽ ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ, x1 ഈസിക്കൽ ടു x2. therefore f is 1 1 എന്ന് പറയാം. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സർജക്റ്റിവിറ്റിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. സർജക്റ്റിവിറ്റി, അതായത് ആദ്യമായിട്ട് ഇതിൻ്റെ കോഡൊമൈൻ എന്താ? കോഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. റെഡി അല്ലേ? ഇനി അടുത്തത് ഇതിൻ്റെ റേഞ്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റേഞ്ച് ഏതാണ്? ആദ്യം നിങ്ങൾ ഇതിലേക്ക് ഫസ്റ്റ് നാച്ചുറൽ നമ്പറായ 1 ഇട്ട് കൊടുത്തു. അപ്പോൾ എന്താ? 1 ക്യൂബ് ഈസിക്കൽ 1 അല്ലേ വരിക. പിന്നെ അതിലേക്ക് 2 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 2 ക്യൂബ് അഥവാ 8 ആണ് വരിക. പിന്നെ 3 ഇട്ട് കൊടുക്കുന്ന സമയത്ത് 3 ക്യൂബ് അഥവാ 27 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 8 27 എക്സെട്ര ആ രീതിയിലല്ലേ പോണത്. അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാ നാച്ചുറൽ നമ്പേഴ്സും ഉൾപ്പെടുന്നുണ്ടോ? ഇല്ല. അതായത് ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാണ്, റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. therefore f is not onto. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺടു അല്ല. അടുത്തത് ഈ പാർട്ട് ക്വസ്റ്റ്യൻ പറയണത് എഫ് ഫ്രം സെഡ് ടു സെഡ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഇത് ഇൻജക്റ്റീവും സർജക്റ്റീവും ആണോ എന്ന് ചെക്ക് ചെയ്യണം. ആദ്യമായിട്ട് ഇതിൻ്റെ ഇൻജക്റ്റിവിറ്റിയാണ് ഞാൻ നോക്കുന്നത്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെടുക്കും? എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുക്കും. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് 1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ് ആണ്. അതായത് x1 ഈക്വൽ ടു എന്ത് വരും? x2 വരും. അതുകൊണ്ട് therefore f is 1 1. അത് 1 1 ആണെന്നുള്ള കാര്യം തീരുമാനമായി. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സർജക്റ്റിവിറ്റിയാണ് ഞാൻ ചെക്ക് ചെയ്യണത്. വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ട്. ആദ്യം നിങ്ങൾക്കറിയാം ഇതിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഡൊമൈൻ എന്താ? Z, ഇൻഡിജേഴ്സ് ഫുള്ളായിട്ട് വരും. ഇനി റേഞ്ച് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റേഞ്ച്, എടാ ഇൻഡിജേഴ്സിന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം നിങ്ങൾ എഫ് ഓഫ് 0 ഇട്ട് കൊടുത്തു, എന്ത് വരും? 0 ക്യൂബ് 0 അല്ലേ വരിക. എഫ് ഓഫ് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 ക്യൂബ് 1 വരും. എഫ് ഓഫ് -1 ഇട്ട് കൊടുത്താലോ -1ൻ്റെ ഹോൾ ക്യൂബ്, അത് -1 ആണ് വരിക. ഇതേപോലെ എഫ് ഓഫ് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2 ക്യൂബ് അഥവാ 8 വരും. എഫ് ഓഫ് -2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -2ൻ്റെ ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് -8 ആണ് വരിക. സിമിലർലി നിങ്ങൾ എഫ് ഓഫ് 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 ക്യൂബ് അതായത് 27 എന്നും, എഫ് ഓഫ് -3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ -3 ഹോൾ ക്യൂബ്, ദാറ്റ് ഈസ് -27 എന്നാണ് വരിക. ഇതിൽ നിന്ന് കിട്ടുന്ന ആൾക്കാരുടെ സെറ്റിനെ പറയുന്ന പേരാണ് റേഞ്ച്. അങ്ങനെയാണെങ്കിൽ റേഞ്ചിൽ ആരൊക്കെ ഉണ്ടാകും? പറ. 0 ഉണ്ടാകും, +or -1, +or -2, +or -8, +or -27, +or -64 എക്സെട്ര. ഈ രീതിയിലായിരിക്കും ഇതിൻ്റെ റേഞ്ചിൽ ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ ഡൊമൈൻ എന്ന് പറഞ്ഞാലോ എല്ലാ ഇൻഡിജേഴ്സും വരും. 0, +or -1, +or -2, +or -3 അങ്ങനെ എല്ലാതും വരുന്നതാണ് കോഡൊമൈന്. പക്ഷെ റേഞ്ചിൽ എല്ലാ ഇൻഡിജേഴ്സും വരുന്നില്ല. അതുകൊണ്ട് ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു
not equal to codomain, therefore not onto. F is not onto എന്ന് പറയാം. അടുത്തത് ഇതിലുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എഫ് ക്വസ്റ്റ്യൻ. പറയുന്നത് എന്താ? എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ, അതായത് ഒരു റിയൽ ഫംഗ്ഷൻ ആണത്. എഫ് ഓഫ് എക്സ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് എക്സ് ക്യൂബ് ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് ആണ്. എടാ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മളിത് ക്വസ്റ്റ്യൻ ചെയ്യണതിൻ്റെ മുമ്പ് ഇതിൻ്റെ ഗ്രാഫൊക്കെ അറിയുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആൻസർ നമ്മളെ മനസ്സിലിപ്പോൾ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണ്. എന്താണ്? അതായത് ഇത് റിയൽ ഫംഗ്ഷൻ ആണ്, അതുകൊണ്ട് ഇതിൻ്റെ ഗ്രാഫ് ചിന്തിച്ച് നോക്കാം. എടാ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമല്ലേ, എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എങ്ങനെ വരിക? ഓർമ്മ ഉണ്ടോ? +1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോറി, ഇതേ ഷേപ്പിലായിരിക്കും അല്ലേ വരിക? ഏകദേശം ഇതേ ഷേപ്പിലായിരിക്കും എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് വരിക. അങ്ങനെയാണെങ്കിൽ ഇത് 1 1 ആണോ? ഒരു ഒറിസോണ്ടൽ ലൈൻ വരച്ചു നോക്ക്. ഇതിൽ എവിടെ ഒറിസോണ്ടൽ ലൈൻ വരച്ചാലും എക്സാക്ട്ലി 1 പോയിന്റിനെ മീറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ആകും. ഇനി ഓൺ ടു ആകുമോ എന്നുള്ള വിഷയം. കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആകണം അല്ലേ? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വൈ ആക്സിനെ മുഴുവനായിട്ടാണ് കോഡൊമൈൻ എന്ന് പറയാം. റേഞ്ച് എന്ന് പറഞ്ഞാലോ ഈ വൈ ആക്സിൽ അതിൻ്റെ ഗ്രാഫിൻ്റെ പോർഷൻ പാസ് ചെയ്യുന്ന ഭാഗത്തുള്ള വൈ ആക്സ് ആണ് റേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്ക്, ആ ഗ്രാഫ് നോക്ക്, മുകളിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നില്ലേ? ഇനി ഇതേപോലെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഇതിങ്ങനെ ഒരു ആരോ മാർക്ക് കണ്ടോ? അതായത് അടിയിലേക്ക് -∞ വരെ അതിങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അതായത് വൈ ആക്സിസ് എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടേക്കൊക്കെ ആ ഗ്രാഫും പോകുന്നുണ്ട്. അതായത് പോസിറ്റീവ് വൈ ആക്സിൻ്റെ ഭാഗത്തേക്കും നെഗറ്റീവ് വൈ ആക്സിൻ്റെ ഭാഗത്തേക്കും ഗ്രാഫ് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ റേഞ്ച് എന്ന് പറഞ്ഞാലും എല്ലാ റിയൽ നമ്പേഴ്സും പെടും, അതായത് വൈ ആക്സിൻ്റെ ഫുൾ പോർഷനും പെടും. അതുകൊണ്ട് ഹിയർ കോഡൊമൈൻ ഈസ് ഈക്വൽ ടു റേഞ്ച് ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താ? ഓൺ ടു ആണ്. അത് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് നിങ്ങളുടെ മനസ്സിൽ ഈ ഗ്രാഫ് കൊണ്ട് വരും. അത് കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതൊരു 1 1 ഓൺ ടു ഫംഗ്ഷൻ ആണ്, അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. നിങ്ങൾക്ക് മനസ്സിലാകും. റെഡി? ഇനി അപ്പോൾ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ജനറൽ പ്രൂഫ് വേണം, അല്ലാന്ന് പ്രൂവ് ചെയ്യാനോ ഒറ്റ എക്സാമ്പിൾ മതി. അപ്പോൾ ഇവിടെ ആണെന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ജനറൽ പ്രൂഫ് ഞാൻ എടുക്കാൻ പോവാണ്. ആദ്യം ഇതിൻ്റെ ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാം കേട്ടോ. ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാനുള്ള മാർഗം എന്താ? എഫ് ഓഫ് x1 ഈക്വൽ എഫ് ഓഫ് x2 എടുത്തു. എന്നിട്ട് x1 ഈക്വൽ x2 പ്രൂവ് ചെയ്താൽ പോരെ? അതായത് x1 ക്യൂബ് ഈക്വൽ ടു x2 ക്യൂബ്. x1 ക്യൂബും x2 ക്യൂബും ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷൻ, ഒറ്റ പോസിബിലിറ്റി ഉള്ളൂ. x1 ഈക്വൽ ടു എന്താകണം? x2 ആകണം. therefore f is 1 1. ഇനി അടുത്തതായിട്ട് സർജക്റ്റിവിറ്റി ആണ്. ഇവിടെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇനി റേഞ്ച് റിയൽ നമ്പേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഐറ്റം ക്വസ്റ്റ്യൻ വരുമ്പോൾ റേഞ്ചിലുള്ള ആൾക്കാർ ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ ചെയ്തതിൽ പോസിബിൾ അല്ലല്ലോ. അതുകൊണ്ട് നേരത്തെ മെത്തേഡ് ഉണ്ട്. y ബിലോങ്സ് ടു ബി ആണെങ്കിൽ x ബിലോങ്സ് ടു എ എന്ന് പ്രൂവ് ചെയ്യാം. ആ രൂപത്തിൽ ചെയ്താൽ മതി. അതായത് അതൊക്കെ അപ്പോൾ അങ്ങനത്തെ ഐറ്റം ക്വസ്റ്റ്യൻ y ബിലോങ്സ് ടു ബി ആകുമ്പോൾ x ബിലോങ്സ് ടു എ എന്ന് പ്രൂവ് ചെയ്യണേ അത് മിക്കവാറും റിയൽ ഫംഗ്ഷൻസിനായിരിക്കും അത് ചെയ്യുക. അപ്പോൾ അങ്ങനെയെങ്കിൽ y ബിലോങ്സ് ടു ബി, അതായത് y ബിലോങ്സ് ടു, ഇവിടെ ബിക്ക് വരാൻ എന്താ? 6. y ബിലോങ്സ് ടു 6 ആണെങ്കിൽ x ബിലോങ്സ് ടു 6 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നിങ്ങൾ എക്സിനെ കാണണം. ഹിയർ y ഈക്വൽ എക്സ് ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് എന്താണ് വരിക? ഈ ക്യൂബ് കൊണ്ട് ഒഴിവാക്കുന്ന സമയത്ത് ക്യൂബ് റൂട്ട് ഓഫ് y എന്നല്ലേ വരിക? ക്യൂബ് റൂട്ട് ഓഫ് y ആണ് എക്സ് വരിക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ y ബിലോങ്സ് ടു ബി എടുത്തു. ബി എന്താ? 6. y എന്നുള്ളത് ഒരു റിയൽ നമ്പർ ആണെങ്കിൽ എനിക്ക് എക്സാ കാണേണ്ടത്. എടാ ഒരു റിയൽ നമ്പറിനെ ഞാൻ ക്യൂബ് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊരു റിയൽ നമ്പർ മാത്രമല്ലേ വരുള്ളൂ, ഉറപ്പിക്കാം. നേരെ മറിച്ച് സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റിയൽ നമ്പർ വരണമെന്നില്ല. അതെന്തേ കാരണം? റൂട്ട് ഓഫ് -1 എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ അല്ല. അത് ഐ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ നിങ്ങൾ? റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരിക്കലും എന്താകൂല? റിയൽ നമ്പർ ആകൂല. നേരെ മറിച്ച് ക്യൂബ് റൂട്ടിൻ്റെ ഉള്ളിൽ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും അതെന്ത് തന്നെ ആയിരിക്കും? റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ക്യൂബ് റൂട്ട് ഓഫ് y എന്ന് പറഞ്ഞാൽ എന്താണ്? റിയൽ നമ്പർ ആണ്. ആരാ ഈ ക്യൂബ് റൂട്ട് ഓഫ് y? അത് എക്സ് ആണ്. എക്സ് ബിലോങ്സ് ടു 6. ആ y ബിലോങ്സ് ടു ബിയിൽ നിന്ന് തുടങ്ങിയിട്ട് എക്സ് ബിലോങ്സ് ടു എയിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. therefore f is 1 2. hence
എഫ് ഈസ് ബൈജക്റ്റീവ്. എടാ തേർഡ് ക്വസ്റ്റ്യൻ പറയുന്നത് പ്രൂവ് ദാറ്റ് ദ ഗ്രേറ്റസ്റ്റ് ഇന്റർ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ബോക്സ് എക്സ് ഈസ് നൈദർ 1 1 നോർ ഓൺ 2. ബോക്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. എടാ ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ഓർമ്മയില്ലേ? അതായത് ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 3.9 എന്തായിരുന്നു? 3. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 5.17 എന്തായിരുന്നു? 5. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് 8 എന്താ? 8. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഓഫ് -1.2 എന്തായിരുന്നു? ഓർമ്മല്ലേ? -2. -1 അല്ല, -2. ആ രീതിയിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ഗ്രേറ്റസ്റ്റ് ഇന്റർ ഫംഗ്ഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഗ്രേറ്റസ്റ്റ് ഇന്റർ ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്? നിങ്ങൾ ഏത് നമ്പറിനെ കൊടുത്താലും അതിൽ നിന്ന് കിട്ടുന്ന എലമെൻറ്റ്സ് ഇൻറ്റിജർ ആയിരിക്കും. അതായത് അതിൻ്റെ റേഞ്ച് എന്താണ്? ഇൻറ്റിജർ ആണ്. റെഡി? ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ ആദ്യം ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാണ്. സർജക്റ്റിവിറ്റിയും ഇൻജക്റ്റിവിറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ഇൻജക്റ്റിവിറ്റി എടാ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് ഡിഫറെൻറ്റ് ഇമേജസ് ഉണ്ടാക്കണം എന്നല്ലേ നമ്മൾ പഠിച്ചത്? എടാ ഈ കേസിൽ ഞാൻ എഫ് ഓഫ് ഒരു എക്സാമ്പിൾ, അതായത് 1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ ജനറൽ പ്രൂഫ് വേണം. അല്ലാന്ന് പ്രൂവ് ചെയ്യാനോ ഒരു സിംഗിൾ എക്സാമ്പിൾ കൊടുത്താൽ പോരെ? അതുകൊണ്ട് ഇവിടെ നൈദർ 1 1 നോർ ഓൺ 2 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 1 1 അല്ലാന്ന് പ്രൂവ് ചെയ്യണം. 1 1 അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ അതിനുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കേട്ടോ, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3.9, അതായത് എഫ് ഓഫ് 3.9, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3.9 ആൻസർ എന്താണ്? 3 അല്ലേ? അതേപോലെ എഫ് ഓഫ് 3.5, അതായത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് 3.5 ആൻസർ എന്താ? അതും 3 എന്നല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് പറയാം? എഫ് ഓഫ് 3.9ഉം എഫ് ഓഫ് 3.9 ഈസിക്കൽ ടു എന്താണ്? എഫ് ഓഫ് 3.5 ആണ്. ബട്ട് 3.9 നോട്ട് ഈക്വൽ ടു 3.5. അത് ഏതുപോലെ? എഫ് ഓഫ് x1 ഈസിക്കൽ എഫ് ഓഫ് x2 ആണ്. ബട്ട് x1 നോട്ട് ഈക്വൽ ടു x2. അതുകൊണ്ട് ഇത് 1 1ന്റെ കണ്ടീഷൻ ഒബേ ചെയ്യുന്നില്ല. therefore f ഈസ് നോട്ട് 1 1. റെഡി അല്ലേ? അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരിക്കലും 1 1 ആകൂല. ഇനി അടുത്തത് അതിൻ്റെ സർജക്റ്റിവിറ്റിയാണ് നിങ്ങൾ ചെക്ക് ചെയ്യണത്. സർജക്റ്റിവിറ്റി എടാ ഈ ഫംഗ്ഷൻ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ഡിഫൈൻ ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. ഇനി നിങ്ങൾക്കറിയാം ഇതിന് നിങ്ങൾ ഏത് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന എലമെൻറ്റ്സ് ഫുള്ള് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അതായത് അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സാണ് വരിക. ദാറ്റ് ഈസ് ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. എടാ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? therefore f ഈസ് നോട്ട് ഓൺ 2. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് എഫ് ഈസ് നൈദർ 1 1 നോർ ഓൺ 2. എടാ അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ മോഡുലസ് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈസിക്കൽ മോഡ് എക്സ് ഈസ് നൈദർ 1 1 നോർ ഓൺ 2. എടാ അതൊരു റിയൽ ഫംഗ്ഷൻ തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ് വെച്ചിട്ടും ആലോചിക്കട്ടോ. അതായത് എഫ് ഓഫ് എക്സ് ഈസിക്കൽ മോഡ് എക്സ് ആലോചിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാകും. ഈ മോഡ് എക്സിൻ്റെ ഗ്രാഫ് എങ്ങനെ? നിങ്ങൾക്കറിയാം ഒരു വി ഷേപ്പിലൊരു ഗ്രാഫാണ് മോഡ് എക്സിന് വരിക. അപ്പോൾ നിങ്ങളിത് 1 1 ആണോ? നിങ്ങൾ മനസ്സിൽ ചിന്തിക്കും, നിങ്ങൾ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ മോർ ദാൻ 1 പോയിന്റിന് മീറ്റ് ചെയ്യും. അതായത് അതെന്താവില്ല 1 1 ആവില്ല. അതെന്തേ കാരണം? ഇപ്പോൾ നോക്ക് -2 2 എടുത്തു. മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാലും 2 ആണ്. മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാലും 2 ആണ്. ഡിഫറെൻറ്റ് എലമെൻറ്റ്സിന് സെയിം ഇമേജ് കിട്ടി, അതേ മോഡൽ അല്ലേ? അതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ മോർ ദാൻ 1 പോയിന്റിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതെന്തല്ല 1 1 അല്ല. ഇനി ഓൺ 2 ആണോ? റേഞ്ച് കോഡൊമൈൻ. കോഡൊമൈൻ എന്ന് പറയുമ്പോൾ y ആക്സ് മുഴുവനായിട്ട്. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് വരുന്ന y ആക്സിൻ്റെ പോർഷൻ. ഗ്രാഫ് വരുന്ന y ആക്സിൻ്റെ പോർഷൻ എന്ന് പറയുമ്പോൾ അപ്വേർഡ് ഭാഗം മാത്രമേ, അപ്വേർഡ് y ആക്സിസ്, പോസിറ്റീവ് y ആക്സ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഉൾപ്പെടുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. അതുകൊണ്ട് ഓൺ 2 അല്ല. അപ്പോൾ ആ ഫംഗ്ഷൻ കണ്ടാൽ തന്നെ അത് നൈദർ 1 1 നോർ ഓൺ 2 നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? അത് പ്രൂവ് ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പ്രൂവ് ചെയ്യണത് കണ്ടോ, സിമ്പിളായിട്ട് ചെയ്യാം. ആദ്യം ഞാനതിൻ്റെ ഇൻജക്റ്റിവിറ്റിയാണ് ചെക്ക് ചെയ്യണത്. അതായത് ഇത് 1 1 അല്ല എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. 1 1 അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങൾ ഒരൊറ്റ എക്സാമ്പിൾ നോക്കിയാൽ മതി. അതായത് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, മോഡുലസ് ഓഫ് -2 എന്ന് പറഞ്ഞാലും മോഡുലസ് ഓഫ് 2 എന്ന് പറഞ്ഞാലും ഈക്വൽ അല്ലേ?
പക്ഷേ -2ഉം 2 എന്തല്ല ഈക്വൽ അല്ല. അതായത് ഇതെന്താ എഫ് ഓഫ് -2 എഫ് ഓഫ് 2 ആണ്. പക്ഷേ -2ഉം 2ഉം ഈക്വൽ അല്ല. therefore f is not 1. റെഡി? അടുത്തതായിട്ട് ഞാനിതിൻ്റെ സർജക്റ്റിവിറ്റി ആണ് കേട്ടോ നോക്കുന്നത്. സർജക്റ്റിവിറ്റി എടാ ഇത് ഡിഫൈൻ ചെയ്യുന്നത് റിയൽ നമ്പറിൽ നിന്നും റിയൽ നമ്പറിലേക്കല്ലേ ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ റിയൽ നമ്പേഴ്സാണ്. അതായത് കോഡൊമൈൻ ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. റേഞ്ച് എന്ന് പറയുമ്പോൾ കിട്ടുന്ന വാല്യൂ എടാ മോഡുലസിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ കിട്ടൂല, പോസിറ്റീവ് വാല്യൂ അല്ലേ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to infinity ആണ് ഇതിൻ്റെ റേഞ്ച് വരിക. ദാറ്റ് ഈസ് ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. therefore f is not on 2. അതുകൊണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ടത് f is neither 1 1 nor on 2. ലാസ്റ്റ് എഴുതിയാൽ മതി. hence f is neither 1 1 nor on 2. എടാ അടുത്ത 5th ക്വസ്റ്റ്യൻ പറയണത് ഷോ ദാറ്റ് ദ സിഗ്നം ഫംഗ്ഷൻ f from r to r given by f of x is equal to 1 if x greater than 0, 0 if x is equal to 0, -1 if x less than 0 is neither 1 1 nor on 2. എടാ സിഗ്നം ഫംഗ്ഷൻ neither 1 1 nor on 2 ആണെന്ന് പ്രൂവ് ചെയ്യണം. എടാ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ഗ്രാഫ് കാണുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾക്ക് 1 1 അല്ല on 2 അല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും മനസ്സിലാവും. ഇനി അത് വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രാഫ് ഫോർമില്ലേ നിങ്ങൾക്ക്. അതുകൊണ്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇപ്പോൾ ഈ 1ലൂടെയാണ് ഹൊറിസോണ്ടൽ ലൈൻ വരക്കണമെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിന് അത് മീറ്റ് ചെയ്യും. അതുകൊണ്ട് 1 1 അല്ല. ഇനി on 2 എന്ന് പറയുമ്പോൾ പിന്നെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ y ആക്സ് മുഴുവനായിട്ടാണ്. പക്ഷേ റേഞ്ച് എന്ന് പറഞ്ഞാലോ ഈ -1ഉം 0ഉം 1ഉം അത് മാത്രമല്ലേ വരുള്ളൂ. അതുകൊണ്ട് റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. അതുകൊണ്ട് കാണുന്ന സമയത്ത് തന്നെ അത് neither 1 1 nor on 2 നമുക്ക് മനസ്സിലാവും. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാൻ വേണ്ടത്. എടാ പ്രൂവ് ചെയ്യാൻ നിങ്ങൾ അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ ഒറ്റ എക്സാമ്പിൾ കൊടുത്താൽ മതി എന്നല്ലേ പഠിച്ചത്. ആദ്യം ഞാൻ ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാം കേട്ടോ. എടാ ഈ സിഗ്നം ഫംഗ്ഷൻ്റെ പണി എന്താണ്? f of x is equal to 1 ആണ്. 1നെ തരലാണ് അവൻ്റെ പണി. എപ്പോൾ നിങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുത്ത x ഒരു പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ ഇതിൻ്റെ പണി 0നെ തരലാണ്. നിങ്ങൾ 0നെയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തതെങ്കിൽ ഇതിൻ്റെ പണി -1നെ തരലാണ്. അതിൻ്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്തത് ഒരു നെഗറ്റീവ് നമ്പർ ആണെങ്കിൽ ഏത് നെഗറ്റീവ് നമ്പർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ -1നെ തരും. ഏത് പോസിറ്റീവ് നമ്പറിനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാലും ഈ ഫംഗ്ഷൻ 1നെ തരും. 0നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ 0നെ തരും. അങ്ങനെയാണ് ആ ഫംഗ്ഷൻ്റെ പണി പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ f of 9 എന്താ? ഈ ഫംഗ്ഷനിലേക്ക് നിങ്ങൾ ഇട്ട് കൊടുത്തത് ഒരു പോസിറ്റീവ് നമ്പർ തന്നെയാണ്, 9നെയാണ്. അങ്ങനെയെങ്കിൽ പോസിറ്റീവ് നമ്പറിന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 1 തരും എന്നല്ലേ ഇവിടെ പറയണത്. ഇതേപോലെ ഞാൻ അനദർ ഒരു പോസിറ്റീവ് നമ്പർ ഇട്ട് കൊടുത്തു, f of 4 ഇട്ട് കൊടുത്തു. 4 എന്നുള്ളതും ഒരു പോസിറ്റീവ് നമ്പറാണ്. അതായത് f of 4 നിങ്ങൾക്ക് ആ ഫംഗ്ഷൻ തരലെന്താണ്? 1 ആണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഇവിടെ എന്താണ് f of 9ഉം f of 4ഉം ഈക്വൽ ആണ്. പക്ഷേ 9 നോട്ട് ഈക്വൽ ടു 4. അതുകൊണ്ട് എന്താണ്? therefore f is not 1 1. അതൊരു 1 1 ഫംഗ്ഷൻ ആകൂല. ഇനി അടുത്തതായിട്ട് അതിൻ്റെ സർജക്റ്റിവിറ്റി ആണ് നിങ്ങൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സർജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ പോകട്ടോ. അതായത് സർജക്റ്റീവ് ആണെങ്കിൽ റേഞ്ചും കോഡൊമൈനും എന്താവണം? ഈക്വൽ ആവണം. ഇതിൻ്റെ കോഡൊമൈൻ എന്താ? റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കുള്ള ഫംഗ്ഷൻ ആയത് കാരണം ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വാല്യൂസിൻ്റെ സെറ്റിനെ പറയുന്ന പേരാണ് റേഞ്ച്. ഇതിന് കിട്ടുന്ന വാല്യൂസ് ഏതാ? -1ഉം 0ഉം 1ഉം. ദാറ്റ് ഈസ് -1 0 1. ഹിയർ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. therefore f is not on 2. hence f is neither 1 1 nor on 2. ഇങ്ങനെയായിരിക്കും വരും. അടുത്തത് 6th question. Let f from a to b defined by f of x is equal to x minus 2 by x minus 3 where a and b are respectively domain and range of the function. കണ്ടോ എന്താണ്? ഡൊമൈൻ ആൻഡ്
റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ. ഈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബി എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സാധാരണ എ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ തന്നെയാണ്, ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ശരിക്കും കോഡൊമെയിൻ ആണ്. ഇവിടെ പറയുന്നത് ബി എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ എന്താണ്? കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണ്. ആ പറഞ്ഞ് തന്നെ മനസ്സിലാകും അത് ഓൺ ടു ആണ്. അത് നമ്മൾ മനസ്സിലാക്കേണ്ട, നിങ്ങളെ പോലെ ബുദ്ധിയുള്ള ആൾക്കാർ ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. പക്ഷെ ഇവിടെ ഇനി പറയുന്ന കാര്യം എന്താണ്? അത് പറഞ്ഞിട്ട് പറയാണ് ഫൈൻഡ് എ ആൻഡ് ബി. എ ആൻഡ് ബി കാണണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എ എന്ന് പറഞ്ഞാൽ ഡൊമെയിൻ ആണ്, ബി എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണ്. ഡൊമെയിനും റേഞ്ചും കാണാനാണ് പറയുന്നത്. ഡൊമെയിനും റേഞ്ചും കാണാൻ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അടുത്തത് ഷോ ദാറ്റ് എഫ് ഫ്രം എ ടു ബി ഈസ് എ ബൈജക്ഷൻ. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷൻ ഒരു ബൈജക്ഷൻ ആണ്, അതായത് 1 1 on 2 ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ എഫ് ഇൻവേഴ്സ് കാണണം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ കാണേണ്ടത് എയും ബിയും ഡൊമെയിനും റേഞ്ചും കാണുന്ന ക്വസ്റ്റ്യൻ ആണ് എ പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? x-2/x-3 ആണ്. ഡൊമെയിനും റേഞ്ചും കാണാം. ഡൊമെയിനും റേഞ്ചും കാണാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഓർമ്മയില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലെങ്ത് ഒരുപാട് കൂടും. അതായത് ഇനിയും ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇത് പിന്നെ ഓർമ്മയില്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള കഴിഞ്ഞ വർഷത്തെ ടോപ്പിക്ക് ഒരു വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ബാക്കി കാണുക. അവിടെ ആദ്യമായിട്ട് ഇതിന് ഡൊമെയിൻ കാണാം. ഡൊമെയിൻ കാണാൻ നിങ്ങൾക്ക് അറിയുന്ന ഐറ്റം എന്താണ്? ഡൊമെയിൻ അതായത് എഫ് ഓഫ് എക്സ് ഈസിക്കൽ 1/x മോഡലാണെങ്കിൽ നിങ്ങൾ പഠിച്ച ഫോർമുല അടിയിലുള്ളവൻ 0 ആകാൻ പാടില്ല. ഓർമ്മിച്ചേക്കേണ്ട എന്താണ്? അടിയിലുള്ളവൻ 0 ആകാൻ പാടില്ല. ഇവിടെ അടിയിലുള്ളവൻ ആരാ? x-3 ആണ്. അതായത് x-3 എന്താകരുത്? 0 ആകരുത്. x-3 0 ആകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ x ≠ 3, അതായത് എക്സിൻ്റെ വാല്യൂ 3 ആകാൻ പാടില്ല. ഡൊമെയിൻ്റെ ഡെഫിനിഷൻ എന്താ? സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഈസ് കാൾഡ് ഡൊമെയിൻ. അതായത് സെറ്റ് ഓഫ് ഓൾ പ്രീ ഇമേജസിനെയാണ് എന്ത് പറയാം? അതായത് ഒരു ഓർഡേഡ് പേർ എടുത്തു x, y, അത് ബിലോങ്സ് ടു എഫ് ആണെങ്കിൽ ഈ എക്സ് ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെ പറയുന്ന പേരല്ലേ ഡൊമെയിൻ? അതായത് എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിനെ പറയുന്ന പേരാണ് എന്ത്? ഡൊമെയിൻ. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഈസ് കാൾഡ് ഡൊമെയിൻ. അങ്ങനെയാണെങ്കിൽ ആ ഡൊമെയിന് 3 ആകാൻ പാടില്ല എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ റിയൽ നമ്പേഴ്സും ആകാം. അതായത് റേഞ്ച് ഡൊമെയിൻ ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എല്ലാ റിയൽ നമ്പേഴ്സും വരും. അതിൽ നിന്ന് ആരെ ഒഴിവാക്കണം? ഈ 3നെ ഒഴിവാക്കണം. അതുകൊണ്ട് ഇതിൽ നിന്ന് സെറ്റ് 3നെ നിങ്ങൾ ഒഴിവാക്കണം. ഇതാണ് ഡൊമെയിൻ. ഈ ഡൊമെയിൻ ആണ് എ എന്ന് ക്വസ്റ്റ്യനിൽ പറയേണ്ടത്. ദാറ്റ് ഈസ് എ ഇക്വൽ ടു R മൈനസ് സെറ്റ് 3. അപ്പോൾ ഇതാണ് ഡൊമെയിൻ ആയിട്ട് വരിക. റെഡി അല്ലേ? ഇനി നിങ്ങൾ കാണേണ്ടത് റേഞ്ചാണ്. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ആണ് ഡൊമെയിൻ. അങ്ങനെയാണെങ്കിൽ സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് വൈ ഈസ് കാൾഡ് റേഞ്ച്. വൈക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിനെയാണ് എന്ത് പറയാം? റേഞ്ച് എന്ന് പറയാം. ആ വൈക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസിനെ കാണാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ചെയ്തത് എന്തായിരുന്നു? ഇത് ശരിക്കും എഫ് ഓഫ് എക്സ് ഈസിക്കൽ x-2/x-3 എന്ന് പറഞ്ഞാൽ ഈ എഫ് ഓഫ് എക്സ് ശരിക്കും എന്താ? വൈ അല്ലേ? y ഈസിക്കൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കിയിട്ട് എഴുതിയ സമയത്താണ് നിങ്ങൾക്ക് ഡൊമെയിൻ കാണാൻ സാധിച്ചത്. അങ്ങനെയെങ്കിൽ എക്സ് ഈസിക്കൽ ടു എ ഫംഗ്ഷൻ ഓഫ് y ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ അപ്പോഴല്ലേ റേഞ്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് റേഞ്ച് കാണാൻ വേണ്ടി ഞാൻ ചെയ്യണം എന്താണെന്നറിയോ? ഇതിനെ എക്സ് ഈസിക്കൽ ടു ഇൻ ടേംസ് ഓഫ് y ആക്കിയിട്ട് എഴുതാട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അതായത് x/x-3 എങ്ങോട്ട് എടുക്കുന്ന സമയത്ത് ഇൻറ്റു x-3 ആയി. ദാറ്റ് ഈസ് y ഇൻറ്റു x-3 വിച്ച് ഈസ് ഇക്വൽ ടു x-2 എന്ന് വരും. ഈ y-നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ എന്താ വരിക? y ഇൻറ്റു എക്സ്, അതായത് xy മൈനസ് 3y വിച്ച് ഈസ് ഇക്വൽ ടു x-2. എക്സ് ഈസ് ഇക്വൽ ടു ആക്കിയിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ പ്ലസ് എക്സിനെ ഇങ്ങോട്ട് എടുക്കണം, മൈനസ് 3y അപ്പുറത്തേക്ക് കൊടുക്കണം. അപ്പോൾ എന്ത് വരും? പറ. xy മൈനസ് എക്സ് ഈസ് ഇക്വൽ ടു 3y മൈനസ് 2 എന്ന് വരും. ഇതിൽ ആര് കോമൺ ആണ്? എക്സ് കോമൺ ആണ്. ആ എക്സിനെ കോമൺ ആയിട്ട് നിങ്ങൾ ഔട്ട് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ് ഇൻറ്റു y മൈനസ് 1 വിച്ച് ഈസ് ഇക്വൽ ടു 3y മൈനസ് 2 എന്ന് വരും. അങ്ങനെയെങ്കിൽ എക്സ് ഈസ് ഇക്വൽ ടു എന്താ? 3y മൈനസ് 2/y മൈനസ് 1. ഇനി ഇതേ പരിപാടി ഞാൻ വീണ്ടും പറയാണ്. അടിയിലുള്ളവൻ 0 ആകാൻ പാടില്ല. ഇവിടെ അടിയിലുള്ളവൻ ആരാ? y മൈനസ് 1 ആണ്. അങ്ങനെയെങ്കിൽ ആ y മൈനസ് 1 ഒരിക്കലും 0 ആകരുത്. y മൈനസ് 1 0 ആകരുത് എന്ന് പറയുമ്പോൾ y നോട്ട് ഈക്വൽ ടു 1. വൈയുടെ വാല്യൂ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? 1 ആകാൻ പാടില്ല. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് y ഈസ് കാൾഡ്
റേഞ്ച്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താ? റേഞ്ച് ഓഫ് എഫ് എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും വരും, ആരൊഴികെ? 1 ഒഴികെ. അങ്ങനെയാണെങ്കിൽ 1ൽ നിന്ന് റിയൽ നമ്പേഴ്സിൽ നിന്ന് സെറ്റ് 1നെ നിങ്ങൾ ഒഴിവാക്കണം. ഇതാണ് റേഞ്ച്. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് എ ആൻഡ് ബി ആണ് എ പാർട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ ബി കാണണം. ബി എന്ന് പറഞ്ഞാൽ റേഞ്ച് ആണെന്ന് നമുക്കറിയാം. അതായത് ബി ഈക്വൽ ടു ആർ മൈനസ് സെറ്റ് 1 ആണ്. റെഡി അല്ലേ? അപ്പോൾ ഇതാണ് ഡൊമെയിനും റേഞ്ചും, അതായത് എയും ബിയും. ഇനി അടുത്ത ബി പാർട്ട് ക്വസ്റ്റ്യൻ പറയുന്നത് ഷോ ദാറ്റ് എഫ് ഫ്രം എ ടു ബി ഈസ് എ ബൈജെക്ഷൻ. അതൊരു ബൈജെക്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ എടുക്കും ബി പാർട്ട് ക്വസ്റ്റ്യൻ? ആദ്യം ഞാനിതിന്റെ ഇൻജക്റ്റിവിറ്റി പ്രൂവ് ചെയ്യാം കേട്ടോ. ഇൻജക്റ്റിവിറ്റി അപ്പോൾ പ്രൂവ് ചെയ്യാൻ, ജനറൽ പ്രൂഫ് ചെയ്യാൻ നിങ്ങൾ എന്താ ഉപയോഗിക്കുക? ആ ഫോർമുല എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അങ്ങനെയാണെങ്കിൽ x1 ഈക്വൽ ടു x2 എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻജക്റ്റീവ് ആവും. ഞാൻ എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് എടുത്തു. അതായത് എഫ് ഓഫ് എക്സ് എന്താ? x മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്താ പറയും? x1 മൈനസ് 2 ബൈ x1 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്താടാ? x2 മൈനസ് 2 ബൈ x2 മൈനസ് 3 എന്ന് വരും. എടാ ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3 is equal to x1 മൈനസ് 3 ഇൻറ്റു x2 മൈനസ് 2. എടാ ഇവിടെ ഈ ബ്രാക്കറ്റുകളെ ഞാൻ ഓപ്പൺ ചെയ്താൽ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്താൽ പറ x1 ഇൻറ്റു x2 അതായത് x1 x2, x1 ഇൻറ്റു മൈനസ് 3 അതായത് മൈനസ് 3 x1, അടുത്തത് മൈനസ് 2 ഇൻറ്റു x2, മൈനസ് 2 ഇൻറ്റു മൈനസ് 3 എന്താ? പ്ലസ് 6 വിച്ച് ഈസ് ഈക്വൽ ടു ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ x1 x2 ഇൻറ്റു x1 ഇൻറ്റു മൈനസ് 2 എന്താ? മൈനസ് 2 x1, മൈനസ് 3 ഇൻറ്റു x2 എന്താ? മൈനസ് 3 x2, മൈനസ് 3 ഇൻറ്റു മൈനസ് 2 എന്താ? പ്ലസ് 6. അങ്ങനെയെങ്കിൽ ഇവിടെ ആ പ്ലസ് 6ഉം പ്ലസ് 6ഉം തമ്മിൽ എന്താവും? ക്യാൻസൽ ആവും. x1 x2ഉം x1 x2ഉം തമ്മിൽ ക്യാൻസൽ ആകും. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ ആൾക്കാരൊക്കെ ഒരു സൈഡ്, x1ൻ്റെ ആൾക്കാരൊക്കെ ഒരു സൈഡിലേക്കും x2ൻ്റെ ആൾക്കാരൊക്കെ മറ്റേ സൈഡിലേക്കും ആക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക കേട്ടോ. മൈനസ് 3x2ന് ഇങ്ങോട്ടും മൈനസ് 3x1ന് അപ്പുറത്തേക്കും കൊണ്ടുപോയി. എടാ ഈ മൈനസ് 3x2 ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്തായി മാറും? അത് പ്ലസ് 3x2 ആയിട്ട് മാറും. റെഡി? പിന്നെ ഇവിടെ ഓൾറെഡി എന്തുണ്ട്? മൈനസ് 2x2 ഉണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഈ മൈനസ് 3x1 അപ്പുറത്തേക്ക് പോകുമ്പോൾ അത് പ്ലസ് 3x1 ആവും. പിന്നെ ഇവിടെ എന്തുണ്ട്? മൈനസ് 2x1 ഓൾറെഡി ഉണ്ട്. എടാ 3x2 മൈനസ് 2x2 എന്താ? x2 വിച്ച് ഈസ് ഈക്വൽ ടു 3x1 മൈനസ് 2x1 എന്താ? x1. അതായത് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 ആണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 എന്ന് ഞാൻ പ്രൂവ് ചെയ്തു. ദെർഫോർ എഫ് ഈസ് 1 1. അപ്പോൾ ആ ഫംഗ്ഷൻ ഒരു 1 1 ഫംഗ്ഷൻ ആണെന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ സർജക്റ്റിവിറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, അത് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ബി എന്ന് പറഞ്ഞാൽ സാധാരണ ഡൊമൈൻ, കോഡൊമൈനാണ്. ആ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ബി എന്നുള്ളത് റേഞ്ച് ആണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ്? കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആണ്. ആ രീതിയിലാണ് പറയേണ്ടത്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെക്ക് ചെയ്യേണ്ടത് എന്തിനാണ്? സർജക്റ്റിവിറ്റിയാണ് കേട്ടോ ചെക്ക് ചെയ്യണത്. അതായത് പറയും ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ആണ്. ആ ബിയുടെ വാല്യൂ ഇപ്പം നിങ്ങൾ കണ്ടെത്തിയല്ലേ? ബിയുടെ വാല്യൂ എന്തായിരുന്നു? r മൈനസ് 1 അങ്ങനെ എന്തോ കണ്ടെത്തിയില്ലേ? r മൈനസ് സെറ്റ് 1 എന്ന് കണ്ടെത്തി. അതേപോലെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് റേഞ്ച് എന്താണ്? ബി ആണ് എന്ന്. അതായത് അപ്പോൾ ബിയുടെ വാല്യൂ നിങ്ങൾ കണ്ടെത്തിയത് തന്നെയാണ് r മൈനസ് സെറ്റ് 1 തന്നെയാണ്. അതായത് ഹിയർ റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ ആണ്. ദെർഫോർ എഫ് ഈസ് ഓൺ ടു. അപ്പോൾ ഈ എഫ് എന്നുള്ള ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പറയാം ഹെൻസ് എഫ് ഈസ് ബൈജക്റ്റീവ്. അപ്പോൾ എഫ് ഫ്രം എ ടു ബി എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? ബൈജക്റ്റീവ് ആണ്, അല്ലെങ്കിൽ ഒരു ബൈജക്ഷൻ ആണ്. അടുത്തതായിട്ട് ഇതിൽ എഫ് ഇൻവേഴ്സ് ആണ് കാണേണ്ടത് അല്ലേ? എഫ് ഇൻവേഴ്സ് കാണാൻ നിങ്ങൾക്ക് അറിയില്ലേ? സിമ്പിളായി ചെയ്യാൻ പറ്റും. അതായത് എക്സ് എന്ന് പറഞ്ഞാലാണ് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ നിങ്ങൾക്കറിയാം. അതായത് സി പാർട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ് എഫ് ഇൻവേഴ്സ് കാണുന്നത് കേട്ടോ. റെഡി?
ഇവിടെ തന്നിട്ടുള്ള എഫ് ഓഫ് എക്സ് എന്താ, അതിനെ ഞാൻ y എന്ന് കൊടുത്തു. y ഇസിക്കൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് എന്താണ്, എക്സ് ഇസിക്കൽ ഫംഗ്ഷൻ ഓഫ് y ആക്കിയിട്ട് എന്ത് ചെയ്യുക, എഴുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിനെ നിങ്ങൾ നേരത്തെ എഴുതിയിട്ടുണ്ട് ഓൺ ടു ഫംഗ്ഷൻ, അതായത് റേഞ്ച് കാണാൻ വേണ്ടിയിട്ട് എക്സ് ഇസിക്കൽ ഫംഗ്ഷൻ ഓഫ് y ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി. അതായത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, എക്സ് ഇസിക്കൽ ടു എന്ത് വരും, ഇത് ചെയ്ത് കഴിഞ്ഞാൽ 3y മൈനസ് 2 ബൈ y മൈനസ് 1 എന്നാണ് ചെയ്താൽ വരിക. സാധാരണ പോലെ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. 3y മൈനസ് 2 ബൈ y മൈനസ് 1 എക്സ് ഇസിക്കലെ ഫംഗ്ഷൻ ഓഫ് y ആക്കിയിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് ഞാൻ ആ സ്റ്റെപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല, കാരണം ബി പാർട്ടിൽ ഓൾറെഡി അത് ചെയ്താണ്. ബോർഡ് എക്സാമിന് ഇങ്ങനെ നേരിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതാണ് എഫ് ഇൻവേഴ്സ് ഓഫ് y. എഫ് ഇൻവേഴ്സ് ഓഫ് y ആണ് 3y മൈനസ് 2 ബൈ y മൈനസ് 1. അങ്ങനെയെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്തായിരിക്കൂടാ, 3x മൈനസ് 2 ബൈ എക്സ് മൈനസ് 1 എന്ന് വരും. ഇനി അടുത്ത 6th ക്വസ്റ്റ്യൻ്റെ സെയിം ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അടുത്തത്. ലെറ്റ് എഫ് ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈസിക്കൽ ടു 4x പ്ലസ് 3 ബൈ 6x മൈനസ് 4 വേർ എ ആൻഡ് ബി റെസ്പെക്റ്റീവ്ലി ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് ദി ഫംഗ്ഷൻ. ഫൈൻഡ് എ ആൻഡ് ബി, ഷോ ദാറ്റ് എഫ് ഫ്രം എ ടു ബി ഇസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ഫൈൻഡ് എഫ് ഇൻവേഴ്സ്. അതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതിൽ ഫംഗ്ഷൻ മാത്രം വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. റെഡി അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം എയും ബിയും കാണണം, അതായത് ഡൊമൈനും റേഞ്ചും കാണണം. റെഡി അല്ലേ? അതായത് ഇവിടെ ഫംഗ്ഷൻ പറയണത് എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 4x പ്ലസ് 3 ബൈ 6x മൈനസ് 4. ആദ്യമായിട്ട് ഞാനിതിൻ്റെ ഡൊമൈന് കാണണം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അടിയിലുള്ളവൻ 0 ആകാൻ പാടില്ല. ഇവിടെ അടിയിലുള്ളവൻ ആരാ, 6x മൈനസ് 4 ആണ്. അതായത് 6x മൈനസ് 4 നോട്ട് ഇക്വൽ ടു 0. അതായത് 6x നോട്ട് ഇക്വൽ ടു 4, എക്സ് നോട്ട് ഇക്വൽ ടു 4/6. 4/6 എന്ന് പറഞ്ഞാൽ എന്താ, 2/3. എക്സിൻ്റെ വാല്യൂ 2/3 ആകാൻ പാടില്ല. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഈസ് കോൾഡ് ഡൊമൈൻ. അങ്ങനെയാണെങ്കിൽ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും വരും. ആരും വരൂല, ആരെ കൊടുക്കാൻ പറ്റൂല, 2/3 കൊടുക്കാൻ പറ്റൂല. r മൈനസ് സെറ്റ് 2/3, ഇതാണ് ഡൊമൈൻ. ഈ ഡൊമൈൻ ആണ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എ ഇസിക്കൽ ടു r മൈനസ് സെറ്റ് 2/3 എന്ന് വരും. അടുത്തതായിട്ട് റേഞ്ച് ആണ് കാണേണ്ടത്. അപ്പോൾ റേഞ്ച് കാണാൻ നിങ്ങൾ എന്ത് ചെയ്യും, y ഇസിക്കൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആക്കിയിട്ട് ഇതുവരെ ഇതിനെ y ഇസിക്കൽ ടു, എന്നിട്ട് എക്സ് ഇസിക്കൽ എ ഫംഗ്ഷൻ ഓഫ് y ആക്കിയിട്ട് മാറ്റിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് y നിങ്ങൾ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രൂപത്തിൽ എഴുതി, എന്നിട്ട് ബൈ 6x മൈനസ് 4 എങ്ങോട്ട് ഞാൻ എടുക്കുമ്പോൾ y ഇൻറ്റു 6x മൈനസ് 4 ഇസിക്കൽ ടു 4x പ്ലസ് 3 എന്ന് വരും. എടാ ഈ y അതിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും, 6xy മൈനസ് 4y വിച്ച് ഈസിക്കൽ ടു 4x പ്ലസ് 3 എന്ന് വരും. റെഡി അല്ലേ? ഇനി എക്സിൻ്റെ വാല്യൂ എനിക്ക് കാണണം, അതായത് പ്ലസ് 4x പുറത്തേക്ക് എടുക്കും, മൈനസ് 4y അപ്പുറത്തേക്കും കൊണ്ടുപോകും. അതുകൊണ്ട് എങ്ങനെ വരും പറ, 6xy മൈനസ് 4x ഇസിക്കൽ ടു 4y പ്ലസ് 3 എന്ന് വരും. എടാ ഇതിൽ ആര് കോമൺ ആണ്, എക്സ് കോമൺ ആണ്. ആ എക്സിനെ കോമൺ ആയിട്ട് ഔട്ട് സൈഡിലേക്ക് എടുത്താൽ എക്സ് ഇൻറ്റു 6y മൈനസ് 4 വിച്ച് ഈസ് ഇക്വൽ ടു 4y പ്ലസ് 3 എന്ന് വരും. എടാ ഇൻറ്റു 4y മൈനസ് 4 അപ്പുറത്തേക്ക് പോകുമ്പോൾ ബൈ ആകും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഇക്വൽ ടു 4y പ്ലസ് 3 ബൈ 6y മൈനസ് 4 എന്ന് വരും. ഇതാണ് എക്സിൻ്റെ വാല്യൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കറിയാം സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് y ആണ് റേഞ്ച്. അതോടെ നിൽക്കട്ടെ, അടിയിലുള്ളവൻ 0 ആകാൻ പാടില്ല എന്നറിയില്ലേ? ഇവിടെ അടിയിലുള്ളവൻ ആരാ, 6y മൈനസ് 4 വിച്ച് ഈസ് നോട്ട് ഇക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ 6y നോട്ട് ഇക്വൽ ടു 4, ദാറ്റ് ഈസ് y നോട്ട് ഇക്വൽ ടു 4/6, ദാറ്റ് ഈസ് y നോട്ട് ഇക്വൽ ടു 2/3. വൈയുടെ വാല്യൂ 2/3 ആകാൻ പാടില്ല. സെറ്റ് ഓഫ് ഓൾ പോസിബിൾ വാല്യൂസ് ഓഫ് y ഈസ് കാൾഡ് റേഞ്ച് എന്നാണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ എല്ലാ റിയൽ നമ്പേഴ്സും വരാം, ആരൊഴികെ, 2/3 ഒഴികെ. അങ്ങനെയാണെങ്കിൽ ബിയുടെ വാല്യൂ എന്താ, r മൈനസ് സെറ്റ് 2/3. റെഡി അല്ലേ? അതായത് നിങ്ങൾക്ക് ആ എക്കും ബിക്കും ഇവിടെ സെയിം വാല്യൂ ആണ്, രണ്ടും r മൈനസ് സെറ്റ് 2/3 ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ബീൻ്റെ വാല്യൂ. ഇനി അടുത്ത് കാണേണ്ടത് ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യണം. റെഡി? എടാ വീഡിയോ പോസ് ആക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിട്ടോ. കഴിഞ്ഞ ക്വസ്റ്റിൻ്റെ അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ബി പാർട്ടിലേക്ക് കിടക്കുകയാണ്.
അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇതിൻ്റെ ഇൻജക്റ്റിവിറ്റി ആട്ടോ ചെക്ക് ചെയ്യണത്. ഇൻജക്റ്റിവിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എഫ് ഓഫ് എക്സ് വൺ ഇസിക്കൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എടുത്തു. എന്നിട്ട് എക്സ് വൺ ഇസിക്കൽ എക്സ് ടു എന്ന് പ്രൂവ് ചെയ്യാനാണ് പോകുന്നത്. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ 4x + 3/6x - 4 ആണ്. അങ്ങനെയെങ്കിൽ എഫ് ഓഫ് എക്സ് വൺ എന്താ? 4x1 + 3/6x1 - 4 which is equal to f of x2 എന്താ? 4x2 + 3/6x2 - 4. റെഡി? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 4x1 + 3 × 6x2 - 4 which is equal to ഇതിനങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6x1 - 4 × 4x2 + 3 എന്ന് വരും. എടാ ഇവരെ മുഴുവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ആൻസർ വരിക? മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4x1 × 6x2 അതായത് 24x1 x2. റെഡി? 4x1 × -4 -16x1. 3 × 6x2 that is 18x2. 3 × -4 -12 എന്ന് വരും which is equal to ഇവരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ 6x1 + 4x2 അതായത് 24x1 x2. 6x1 + 3 18x1 -4 × 4x2 -16x2 -4 × -3 -12 എന്ന് വരും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും? 24x1 x2കൾ തമ്മിൽ ക്യാൻസൽ ആകും, -12കൾ തമ്മിലും ക്യാൻസൽ ആകും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ആൻസർ എങ്ങനെ കാണാം? എടാ ഞാൻ -16x2നെ ലെഫ്റ്റ് സൈഡിലേക്കും -16x1നെ റൈറ്റ് സൈഡിലേക്കും കൊണ്ടുപോവുകയാണ്. അപ്പോൾ എന്ത് വരും? 16x2 -16x2 കൊണ്ടുവരുമ്പോൾ +16x2 പ്ലസ് ഇവിടെ എന്തുണ്ട്? 18x2 which is equal to ഇവിടുത്തെ -16x1 അപ്പുറത്ത് പോകുമ്പോൾ 16x1 പ്ലസ് ഇവിടെ എന്തുണ്ട്? 18x1 ഇവിടെ ഉണ്ട്. 16x2 + 18x2 എന്താണ്? 34x2 which is equal to ഇവിടെ 34x1. ഇവിടെ 34കൾ തമ്മിൽ ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ x2 = x1 അല്ലെങ്കിൽ x1 = x2. അപ്പോൾ എഫ് ഓഫ് x1 = എഫ് ഓഫ് x2 നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് x1 = x2ലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു. therefore f is 1 1. റെഡി? അപ്പോൾ ഇതാണ് ഇൻജക്റ്റിവിറ്റിയിൽ ആകെ ചെയ്യാനുള്ളത്. ഇനി സർജക്റ്റിവിറ്റി ആട്ടോ. സർജക്റ്റിവിറ്റി എന്ന് പറയുമ്പോൾ സർജക്റ്റിവിറ്റി റേഞ്ചും കോഡൊമൈനും നോക്കല്ലേ. ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാലും റേഞ്ച് എന്ന് പറഞ്ഞാലും എന്താണ്? ബി ആണ്. അതായത് r - സെറ്റ് 2/3 അല്ലേ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആയത് കാരണം അതെന്താണ്? ഓൺടു ആണ്. therefore f is onto. hence f is a bijective function. അപ്പോൾ ഇവിടുത്തെ എഫ് എന്ന് പറഞ്ഞാൽ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടും. ഇനി നിങ്ങളോട് പറഞ്ഞത് ഇതിൻ്റെ എഫ് ഇൻവേഴ്സ് കാണാനാ. എഫ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ y = എന്താ വരിക? y = 4x + 3/6x - 4 ആണ്. അങ്ങനെയാണെങ്കിൽ x = എഴുതി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക? x = ഫംഗ്ഷൻ ഓഫ് y ആക്കിയിട്ട് എഴുതുക. അതാണ് അതിൻ്റെ എഫ് ഇൻവേഴ്സ് ഓഫ് y. അത് നിങ്ങൾ നേരത്തെ ആ ഓൺ ടു ഫംഗ്ഷൻ്റെ കേസിൽ, അതായത് ഓൺ ടു ഫംഗ്ഷൻ അല്ല റേഞ്ച് കാണുന്നതിൽ നിങ്ങൾ അത് ഓൾറെഡി കണ്ടെത്തിയില്ലേ? അത് നേരിട്ട് ഇവിടെ കണ്ട് എഴുതി കൊടുത്താൽ മതി. അതെന്തായിരുന്നു? x = എന്തായിരുന്നു അതിന്? 4y + 3/6y - 4. നിങ്ങൾ നോക്ക്, ഇതന്നെയല്ലേ വന്നത്? ഇതിനാണ് എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയാം. എഫ് ഇൻവേഴ്സ് ഓഫ് y എന്ന് പറയുമ്പോൾ 4y + 3/6y - 4. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് ഓഫ് x എന്താ? 4x + 3/6y
6x മൈനസ് 4. എടാ ഈ ഫംഗ്ഷനും സെയിം ആയിട്ടല്ലേ ഇവിടെ കിട്ടിയത്? ഇങ്ങനത്തെ ചില ഫംഗ്ഷൻ ഉണ്ട്, ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. റെഡി അല്ലേ? അതായത് എഫ് ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ഇറ്റ്സെൽഫ്. ഒരു ഫംഗ്ഷൻ അതിൻ്റെ തന്നെ ഇൻവേഴ്സ് ആയ ഫംഗ്ഷൻ ആണിത്. അപ്പോൾ ആ ഒരു കേസിൽ എന്താ ഉണ്ടാവുക? അതിൻ്റെ ഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കും.